ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. അപ്പോൾ ഈ ജോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന് ചുറ്റുമുള്ള മസിൽസും അതിന് ചുറ്റുമുള്ള ഈ ക്യാപ്സ്യൂൾ, ലിഗമെൻറ്റ്സ് ഒക്കെയാണ് അതിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെബിലിറ്റി പോകുന്ന ചില അവസ്ഥകളുണ്ടാകും. അതായത് ചില പേഷ്യൻസ് ഈ പറഞ്ഞ പോലെ വയലൻ്റ് ആയിട്ടുള്ള ഈ ഇഞ്ചറിയുടെ ഭാഗമായിട്ട്, വീഴ്ചയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില പേഷ്യൻസിന് ഇൻഹെറൻ്റ് ആയിട്ട് തന്നെ അവരുടെ ലിഗമെൻറ്റ്സ് ഒക്കെ ലാക്സ് ആയിരിക്കാം. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചിലപ്പോൾ ഈ ഷോൾഡർ ജോയിൻറ്റ് തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകുന്ന അവസ്ഥേനാണ് നമ്മൾ റെക്കറൻറ്റ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുക. ആദ്യമായിട്ട് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ തിരിച്ച് ഒരു ഓർത്തോപെഡീഷ്യൻ്റെ സഹായത്തോടെ പിടിച്ച് ഇട്ട് ഒരു ഇമ്മൊബിലൈസർ എന്ന് പറയും, ഷോൾഡർ ഇമ്മൊബിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഹീലാവും. ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകുന്ന അവസ്ഥയിൽ നമ്മൾ റെക്കറൻറ്റ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ എന്ന് പറയും. ആ അവസ്ഥയിൽ നമുക്ക് അതിനെ സർജിക്കലി മാനേജ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്താറുണ്ട്. ചെറിയ പ്രായത്തിൽ ഇപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ഡിസ്ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അത് ഡിസ്ലൊക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഇപ്പോൾ ഒരു 20 വയസ്സിന് താഴെ ഷോൾഡർ ജോയിൻ്റ് ആദ്യമായിട്ട് ഡിസ്ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ആ ഷോൾഡറിന് പരിക്ക് വരാനുള്ള സാധ്യത കൂടുതൽ ആണെന്നാണ് നമ്മൾ പറയാം. നേരെ തിരിച്ച് ഒരു 40 വയസ്സ് 50 വയസ്സിന് ശേഷമാണ് ഷോൾഡർ ജോയിൻറ്റ് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും അത് ഡിസ്ലൊക്കേറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്, അതിൻ്റെ ശതമാനക്കണക്ക് കുറവാണ്. അപ്പോൾ ഈ 2 കാറ്റഗറിയിലെ ആൾക്കാർക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലുള്ള ഓപ്ഷൻസും വ്യത്യാസമുണ്ട്.